ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിലെ ആദ്യ വിജയം നേടിയിരിക്കുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 36 റൺസിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെടുത്തിയത്. മുംബൈക്ക് സീസണിലെ തുടർച്ചയായ രണ്ടാം തോൽവി. മുംബൈ ഇതേ രീതിയിൽ ഒരു സീസണിലെ ആദ്യ മത്സരങ്ങൾ തോൽക്കുന്നത് ഇതാദ്യമല്ല. CSKക്കെതിരെ ചെപ്പോക്കിൽ നടന്ന ആദ്യ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ മികച്ചൊരു സ്കോർ നേടാൻ കഴിയാതെ പോയതായിരുന്നു മുംബൈയുടെ പരാജയ കാരണം. ഇന്നലത്തെ മത്സരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 197 റൺസ് എന്ന വിജയലക്ഷ്യമായി ഇറങ്ങിയ മുംബൈ ആദ്യ 10 ഓവർ ശരിക്കും ഓൺ കോഴ്സ് തന്നെയായിരുന്നു. അതായത് നല്ല രീതിയിൽ തന്നെയാണ് പോയത്. പ്രത്യേകിച്ച് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ബാറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിംഗ്സിന്റെ രണ്ടാം പകുതിയിൽ അവർക്ക് വഴിതെറ്റി. ഇവിടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട് പരാജയപ്പെട്ട ഗുജറാത്തിന് അങ്ങനെ വിജയവഴിയിൽ തിരിച്ചെത്താനുമായി. അഹമ്മദാബാദിൽ തന്നെ നടന്ന ആദ്യ മത്സരത്തിൽ ഒരു റെഡ് സോയിൽ പിച്ചായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ മത്സരത്തിൽ ഏകദേശം 470-ലധികം റൺസ് പിറക്കുകയും ചെയ്തു. എന്നാൽ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ അവരൊരു ബ്ലാക്ക് സോയിൽ പിച്ചാണ് ഓപ്റ്റ് ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. മുംബൈ ഇന്ത്യൻസ് കൂടുതലും റെഡ് സോയിൽ പിച്ചിലാണ് കളിക്കുന്നത്, പ്രത്യേകിച്ച് വാങ്കഡയിൽ. എന്നാൽ ബ്ലാക്ക് സോയിൽ പിച്ചിലേക്ക് വരുമ്പോൾ റെഡ് സോയിലിൽ കളിച്ചിട്ടുള്ള അത്രയും ഒരു എക്സ്പീരിയൻസ് അവർക്കില്ല. അതുപോലെ തന്നെ ബ്ലാക്ക് സോയിൽ പിച്ച് റെഡ് സോയിൽ പിച്ചിനെ പോലെ സ്ട്രോക്ക് മേക്കിങ്ങിനെ അത്ര കണ്ട് പിന്തുണയ്ക്കുന്ന ഒരു പിച്ചല്ല. ബോൾ സോഫ്റ്റ് ആവുന്നതോറും ബാറ്റിംഗ് അല്പം ദുഷ്കരമായി മാറാൻ സാധ്യതയുണ്ട്. അതായത് പവർ പ്ലേ ഓവറുകളിൽ കൃത്യമായി ബാറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പന്ത് പിന്നീടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടായിരിക്കും ബാറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ പവർ പ്ലേയിൽ വീശിയതുപോലെ അതേ ഒരു രീതിയിൽ സ്ട്രോക്ക് മേക്കിംഗ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു ടൈമിംഗ് കിട്ടാൻ കുറച്ച് പാടാണ്. ഈ ഒരു തന്ത്രം ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് ഫലപ്രദമായി വിനിയോഗിച്ചു. നമുക്ക് ഇന്നലത്തെ മത്സരത്തിലെ 2 ഇന്നിംഗ്സുകളും നോക്കാം. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. മുംബൈ ഇന്ത്യൻസിനിടയിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ഒരു മത്സരത്തിലെ വിലക്കിന് ശേഷം തിരിച്ചെത്തി. ഹാർദിക് പാണ്ഡ്യയ്ക്ക് നന്നായി അറിയാവുന്ന ഗ്രൗണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗുജറാത്തിന് ഒരു തവണ കിരീടം നേടിക്കൊടുത്ത, തൊട്ടടുത്ത വർഷം അവരെ റണ്ണേഴ്സ് അപ്പ് ആക്കിയ ക്യാപ്റ്റനായിരുന്നു ഹാർദിക് പാണ്ഡ്യ. പിന്നീടാണ് ഹാർദിക് മുംബൈയിലേക്ക് ചേക്കേറുന്നത്. ഹാർദിക് നല്ല വ്യക്തമായി അറിയാവുന്ന സ്റ്റേഡിയമാണ് അഹമ്മദാബാദിലേത്. കഴിഞ്ഞ മത്സരത്തിൽ നന്നായി പന്തെറിഞ്ഞ മലയാളി കൂടിയ വിഘ്നേഷ് പുത്തൂരിന് ഇത്തവണ ടീമിൽ സ്ഥാനം കിട്ടിയില്ല. അതുപോലെ തന്നെ വിൽ ജാക്സൺ ടീമിന് പുറത്തായി. പകരം ഹാർദിക് പാണ്ഡ്യ, മുജീബുർ റഹ്മാൻ എന്നിവർ ടീമിലെത്തി. എന്നാൽ ഗുജറാത്ത് നിരയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മത്സരം തുടങ്ങിയതും പവർ പ്ലേ മികച്ച രീതിയിൽ മുതലാക്കാനാണ് ഗുജറാത്ത് ബാറ്റർമാർ ശ്രമിച്ചത്. സായി സുദർശൻ ആവട്ടെ ഗില്ലാവട്ടെ അറ്റാക്ക് ചെയ്തു തന്നെയാണ് കളിച്ചത്. അതിന് ഫലവും അവർക്ക് കിട്ടി. പവർ പ്ലേയിൽ വിക്കറ്റ് ഒന്നും നഷ്ടമാവാതെ 66 റൺസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് സോയിൽ പിച്ചാണ്. പവർ പ്ലേയിൽ നല്ലൊരു ബേസ് വേണം. കാരണം മുന്നോട്ട് പോകുന്തോറും ബാറ്റിംഗ് അല്പം ദുഷ്കരമാവാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടു തന്നെയാണ് അവർ കളിച്ചത്. അത് പിന്നെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനും ശുഭ്മാൻ ഗിൽ പറയുകയുണ്ടായി. അതായത് പവർ പ്ലേയിൽ മാക്സിമം റൺസ് നേടാനാണ് അവർ നോക്കിയത്. പിന്നീട് ഗിൽ പുറത്തായി ബട്ട്ലർ വന്നു. ബട്ട്ലറും ഒരു ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. 39 റൺസ്. സായി സുദർശൻ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി. 18 ഓവറിൽ 179 റൺസ് ഉണ്ടായിരുന്നവർക്ക് അവസാന 2 ഓവറുകളിൽ അവരൊന്ന് പുഷ് ചെയ്ത് 200 കടത്താൻ കഴിഞ്ഞില്ലെങ്കിലും 196 എന്നൊരു മികച്ച സ്കോറിൽ തന്നെയാണ് അവർ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. മുംബൈ ഇന്ത്യൻസ് നിരയിൽ എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനമാണ്. ടീമിലേക്ക് തിരിച്ചെത്തിയ ഹാർദിക് പാണ്ഡ്യ വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. 4 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ നേടി. എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ കോംപ്ലിമെന്റ് ചെയ്യാൻ, അതേ രീതിയിൽ പന്തെറിയാൻ മറ്റൊരു മുംബൈ ബോളർക്കും കഴിഞ്ഞില്ല എന്നതാണ് മുംബൈക്ക് വിനയായത്. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ ഒരു ആവറേജ് വിന്നിംഗ് സ്കോറിനേക്കാൾ ഒരു 10 റൺസെങ്കിലും അധികം സ്കോർ ചെയ്യാൻ ഗുജറാത്തിനായി. 197 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചത്. ആദ്യ ഓവറിൽ തന്നെ മുംബൈയുടെ സ്റ്റാർ ബാറ്റർ രോഹിത് ശർമ്മയുടെ കുറ്റി മുഹമ്മദ് സിറാജ് തെറിപ്പിച്ചു. റോങ് ലൈനിൽ വന്ന 2 പന്തുകൾ തുടർച്ചയായി ബൗണ്ടറിയിൽ എത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ തൊട്ടടുത്ത പന്തിൽ തന്നെ മുഹമ്മദ് സിറാജ് തിരിച്ചടിച്ചു. രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പാർട്ണറായി വന്ന റയാൻ റിക്കിൾട്ടണും കാര്യമായൊന്നും ചെയ്യാനായില്ല. മുഹമ്മദ് സിറാജ് തന്നെ റയാൻ റിക്കിൾട്ടന്റെ കുറ്റിയും തെറിപ്പിച്ചു. പിന്നീട് വന്ന തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഇന്നിംഗ്സ് റീബിൽഡ് ചെയ്യുകയാണ് ചെയ്തത്. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. 10 ഓവർ അവസാനിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ്. ക്രീസിൽ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്. ഇനി ഹാർദിക് പാണ്ഡ്യ വരാനുണ്ട്. ജയിക്കാൻ 10 ഓവറിൽ 111 റൺസ്. അതൊരു ചേസബിൾ സ്കോർ തന്നെയായിരുന്നു. എന്നാൽ പിന്നീടുള്ള 5 ഓവറിൽ അവരുടെ താളം തെറ്റി. അവർക്ക് നേടാൻ കഴിഞ്ഞത് ആകെ 32 റൺസ്. 6th ബൗളറായി വന്ന പ്രസിദ്ധ് കൃഷ്ണ അവരെ വരിഞ്ഞു മുറുക്കി. ആദ്യത്തെ 3 ഓവറിൽ വെറും 8 റൺസ് മാത്രമാണ് പ്രസിദ്ധ് കൃഷ്ണ വിട്ടു നൽകിയത്. അതോടെ മുംബൈ ചേസിന്റെ താളം തെറ്റി. തിലക് വർമ്മയുടെ വിക്കറ്റ് പോയതിനു ശേഷം അഞ്ചാമനായി ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം റോബിൻ മിൻസിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. ആ മൂവോട്ട് വർക്ക് ആയതുമില്ല. എന്നാൽ അതിനുശേഷം വന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാനും കഴിഞ്ഞില്ല. അതോടെ മുംബൈ ഇന്ത്യൻസ് തോൽവിയിലേക്ക് കൂപ്പുകുത്തി. ഒടുവിൽ മത്സരം അവസാനിക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് 36 റൺസിന്റെ ജയം. 4 ഓവറിൽ വെറും 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്ത പ്രസിദ്ധ് കൃഷ്ണയാണ് മാൻ ഓഫ് ദ മാച്ച്. ഞാൻ പറഞ്ഞ ആ ബ്ലാക്ക് സോയിൽ പിച്ചിന്റെ പ്രത്യേകത കൃത്യമായി വിനിയോഗിക്കാൻ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് കഴിഞ്ഞു. കട്ടറുകളും സ്ലോ ബോളുകളും വൈഡ് യോർക്കറുകളും അങ്ങനെ നിരവധി വെറൈറ്റികളുമായി പ്രസിദ്ധ് കൃഷ്ണ തിളങ്ങി. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ജസ്പ്രീത് ബുംറ ഇപ്പോൾ ടീമിലില്ല. ആ ഒരു ഹോൾ, ജസ്പ്രീത് ബുംറ ഉണ്ടാക്കുന്ന ആ ഒരു വിടവെന്ന് പറയുന്നത് നികത്താനാവുന്ന ഒന്നല്ല. ഇനി ഏത് താരമുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യാൻ കഴിയില്ല. NCAയിൽ നിന്ന് എന്നാണ് ബുംറയ്ക്ക് ക്ലിയറൻസ് കിട്ടുന്ന കാര്യത്തിലും വ്യക്തതയില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഫീൽഡ് ചെയ്യാനാവുന്ന ഏറ്റവും മികച്ച ടീമുമായാണ് അവർ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടാൻ ഇറങ്ങിയത്.
എന്നാൽ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ അവർ 2 ചേഞ്ചസ് ആണ് നടത്തിയത്. സത്യത്തിൽ ഹാർദിക് പാണ്ഡ്യ കൂടി ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ ടീം ഒന്നുകൂടി സ്ട്രോങ് ആവേണ്ടതായിരുന്നു. എന്നാൽ അവർ നടത്തിയ ആ 2 ചേഞ്ച് ആദ്യത്തെ മത്സരത്തിനെ അപേക്ഷിച്ച് അവരുടെ ടീമിനെ കുറച്ചുകൂടി വീക്ക് ആക്കിയെന്നാണ് എനിക്ക് തോന്നിയത്. റോബിൻ മിൻസിന് പകരം ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് വരുന്നുവെന്ന് വെക്കുക. എന്തുകൊണ്ടും റോബിൻ മിൻസിനേക്കാൾ മികച്ചൊരു ബാറ്ററാണ് ഹാർദിക് പാണ്ഡ്യ. അതുപോലെ തന്നെ ഈക്വലി എഫക്റ്റീവായ ഒരു ബൗളറും കൂടിയാണ്. നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ബൗളറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീം ഒന്നുകൂടി സ്ട്രോങ് ആയേനെ. പക്ഷേ ഇവിടെ അവർ ചെയ്തത് മറ്റു 2 മാറ്റങ്ങൾ നടത്തി. വിൽ ജാക്സിന് പകരമാണ് ടീമിൽ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഒരു ഫോറിൻ സ്ലോട്ട് ഫ്രീ ആയി. ആ സ്ലോട്ടിലേക്ക് അവർ വിഘ്നേഷ് പുത്തൂറിന് പകരം മുജീബുർ റഹ്മാനെ കൊണ്ടുവന്നു. ആ ഒരു ചേഞ്ച് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ വിഘ്നേഷ് പുത്തൂർ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. വിഘ്നേഷ് പന്തെറിയാൻ വരുമ്പോൾ ചെന്നൈ കുതിക്കുകയായിരുന്നു. അതായത് വെറും 22 പന്തുകളിൽ നിന്ന് ഗെയ്ക്വാദ് 50 നേടി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് വളരെ ബ്രേവായാണ് വിഘ്നേഷ് പന്തെറിഞ്ഞത്. 3 വിക്കറ്റ് വീഴ്ത്താനും കഴിഞ്ഞു. വിഘ്നേഷിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാണ് 3 ബാറ്റർമാരും പുറത്തായത്. എന്നാൽ ഇവിടെ മുജീബിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുജീബ് ഒരു വിക്കറ്റ് വീഴ്ത്തി. പക്ഷേ 2 ഓവറിൽ 28 റൺസ് വഴങ്ങിയാണ് മുജീബ് ഒരു വിക്കറ്റ് വീഴ്ത്തിയത്. മുജീബ് പണ്ടത്തെ പോലെ ഇപ്പോൾ എഫക്റ്റീവ് അല്ല. മുജീബ് ഒരു മിസ്റ്ററി ബൗളറാണ്. എന്നാൽ ആ ഒരു മിസ്റ്ററി ബോളുകൾ മുജീബ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. മുജീബ് വന്ന് എറിഞ്ഞങ്ങ് പോവുക എന്നുള്ളൊരു രീതിയിലാണ് മുജീബ് ഇപ്പോൾ കളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും എക്സ്പെൻസീവ് ആയിരുന്നു. ഇനി വിൽ ജാക്സ്. ഞാൻ മുംബൈയുടെ ടീം അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞു വിൽ ജാക്സ് ഇപ്പോൾ അത്ര വലിയ ഫോമിലൊന്നും അല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി നന്നായിട്ട് കളിച്ച താരമാണ്. എന്നാൽ അതിനുശേഷം കാര്യമായ മികച്ച പ്രകടനങ്ങളൊന്നും വിൽ ജാക്സിന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും വിൽ ജാക്സ് തന്നെയായിരുന്നു നല്ലൊരു ഓപ്ഷൻ. കാരണം വിൽ ജാക്സ് വരുമ്പോൾ ബാറ്റിംഗിൽ ഒരു എക്സ്പ്ലോസീവ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ സുഖമായി 2 ഓവർ എറിയാൻ കഴിയുന്ന ഒരു ബോളറും കൂടിയാണ് വിൽ ജാക്സ്. അപ്പോൾ അവരുടെ ബെസ്റ്റ് പ്ലേയിങ് 12 എന്ന് പറയുന്നത് വിൽ ജാക്സിനെയും വിഘ്നേഷ് പുത്തൂറിനെയും ടീമിൽ നിലനിർത്തി റോബിൻ മിൻസിന് പകരം ഹാർദിക് പാണ്ഡ്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ അവിടെ അവർക്ക് പിഴച്ചു. റോബിൻ മിൻസിനാവട്ടെ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് പറ്റിയൊരു പ്രകടനം പുറത്തെടുക്കാനും കഴിഞ്ഞില്ല. റോബിൻ മിൻസ് ബാറ്റ് ചെയ്ത പൊസിഷനിൽ ഹാർദിക് പാണ്ഡ്യ തന്നെ ബാറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സൂര്യ ഒരു സൈഡിൽ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഹാർദിക് പാണ്ഡ്യയുടെ എക്സ്പീരിയൻസ് എന്തായാലും അവർക്ക് ഗുണം ചെയ്തേനെ. എന്നാൽ അതുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യങ്ങൾ. വരും മത്സരത്തിൽ അവർ വിജയവഴിയിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു ഇത്. എന്നാൽ അവർക്ക് ഒരു വലിയ കൺസേൺ ഉണ്ട്. സായി സുദർശന്റെ പരിക്ക്. ഇന്നലത്തെ മത്സരത്തിൽ ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ സായി സുദർശന് പരിക്കേറ്റിരുന്നു. അതൊരു ഹാംസ്ട്രിംഗ് ഇഞ്ചുറി ആണെന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. അങ്ങനെ ഒരു സീരിയസ് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ സായി സുദർശന് ഈ സീസൺ നഷ്ടപ്പെടും. അത് ഗുജറാത്തിന് വലിയ തിരിച്ചടിയാണ്. ഞാൻ ഗുജറാത്തിന്റെ റിവ്യൂ വീഡിയോയിൽ അവരുടെ ആ ടോപ്പ് 3യെ പറ്റി പറയുകയുണ്ടായി. ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ടർ. ഇവരൊരു സോളിഡ് ടോപ്പ് 3 ആണ്. മറ്റുള്ള ടീമുകളെ പോലെ വരുമ്പോൾ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതല്ല ഇവരുടെ രീതി. ഒരു സോളിഡ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, എന്നിട്ട് ഒരു അവസാന 6-7 ഓവറുകളിൽ ആ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഒരു വലിയ സ്കോറിന് ശ്രമിക്കുക. ഈ ഒരു ശൈലിയാണ് അവർ പിന്തുടരുന്നത്. അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ നോക്കുമ്പോൾ ഈ സായി സുദർശൻ എന്ന് പറയുന്ന ഒരു വൈറ്റൽ കോഗാണ്. അതായത് ഒരു കൺസിസ്റ്റന്റായി റൺസ് സ്കോർ ചെയ്യാൻ കഴിവുള്ള ബാറ്റർ. ഇനി സായി സുദർശൻ പരിക്കേറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ തക്ക കേപ്പബിലിറ്റി ഉള്ള ബാറ്റർമാരും അവരുടെ ബെഞ്ചിലില്ല. ഉള്ളത് മഹിബാൽ ലോംറോർ ആണ്. ലോംറോർ ഒരിക്കലും നല്ല ബാറ്ററാണ്, കഴിവുള്ള ബാറ്ററാണെങ്കിൽ കൂടി ഒരിക്കലും സായി സുദർശന് പകരമാവില്ല. പിന്നീടുള്ളത് വാഷിംഗ്ടൺ സുന്ദറാണ്. വാഷിംഗ്ടൺ സുന്ദർ ഓൾറൗണ്ടറാണ്. നമുക്ക് ടോപ്പ് ഓർഡറിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഇവരുടെ ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ബാറ്റർമാരും അവരുടെ ആ ഒരു ബെഞ്ചിലില്ല. ഞാൻ ഈ റിവ്യൂ വീഡിയോയിൽ അവർക്ക് പ്ലേ ഓഫ് സാധ്യത പ്രവചിച്ചിരുന്നു. കാരണം അവർ നല്ലൊരു ബോളിംഗ് യൂണിറ്റ് ആണ്. അവരുടെ ആ ബോളിംഗ് യൂണിറ്റിന് ഡിഫെൻഡ് ചെയ്യാൻ ആവശ്യമായ ഒരു സ്കോർ നൽകാൻ പ്രാപ്തിയുള്ളൊരു ബാറ്റിംഗ് യൂണിറ്റ് ആണ് അവരുടേതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഞാനത് പറയാൻ കാരണം ഈ സായി സുദർശന്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ്. കഴിഞ്ഞ സീസണിലായാലും അതിന് തൊട്ടു മുൻപിലത്തെ സീസണിലായാലും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത താരമാണ് സായി സുദർശൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയി. ഇപ്പോൾ ഒരു 200+ സ്ട്രൈക്ക് റേറ്റിലൊന്നും എല്ലാ മത്സരത്തിലും സ്കോർ ചെയ്തില്ലെങ്കിലും ഒരു 160 സ്ട്രൈക്ക് റേറ്റിൽ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ആവശ്യത്തിന് ആങ്കർ ചെയ്തിട്ട് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഒരു 150-160 സ്ട്രൈക്ക് റേറ്റിലൊക്കെ ഒരു നല്ല സ്കോർ, ഒരു 70-80 റൺസ് ഒക്കെ സ്കോർ ചെയ്യുന്ന താരമാണ് സായി സുദർശൻ. ഈ 2 മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്. കൺസിസ്റ്റന്റായി തന്നെയാണ് സായി കളിക്കുന്നത്. അപ്പോൾ സായി സുദർശന് പരിക്കേറ്റ് പുറത്തുപോയി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഈ ഒരു സീസണിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സായി സുദർശനയുടെ പരിക്ക് അത്ര സീരിയസ് ആയിട്ടുള്ളതല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലത്തെ മത്സരത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.